ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് കൃഷ്ണകുമാർ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന അത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയതാണ്. ആ പ്രസ്താവന മറ്റൊന്നായിരുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ തൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകൾക്ക് വീടിൻ്റെ മുറ്റത്ത് കുഴി കുത്തി അതിൽ ഇല വെച്ച് കൊടുത്തിട്ട് അതിൽ കഞ്ഞി കൊടുത്തൊരു ശീലം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു. അതായത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഞങ്ങൾ ആ രീതിയിൽ വളർന്നു വന്ന ആളുകളാണ്. ആ രീതിയിൽ കൃത്യമായിട്ട് ആ സിസ്റ്റം ഫോളോ ചെയ്ത്, അതായത് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തി ഞങ്ങൾ വളർന്നു വന്നവരാണ്, വലിയ ആഠ്യത്വമുള്ളവരാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം എന്ന രീതിയിൽ പറഞ്ഞു വന്നത്. പക്ഷെ വലിയ ചർച്ചയായി, അത് വലിയ കോളൊക്കെ ഉണ്ടായി, അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നു. ഇന്ന് അതിൻ്റെ മറ്റൊരു കോപ്പി, മറ്റൊരു വേർഷൻ, അതായത് 2026 മനസ്സിലാക്കണം. 2026 അതിൻ്റെ മറ്റൊരു വേർഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് കഴക്കൂട്ടം MLA ആയിട്ടുള്ള മുരളീധരൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള കട്ടേല ട്രൈബൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ പോയി. അവിടെ ഈ പറഞ്ഞതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് അവിടെ പഠിക്കാൻ വരുന്നത്. വളരെ പാവപ്പെട്ട പിന്നോക്ക ജാതിക്കാരായിട്ടുള്ള ആളുകളാണ്. ഈ മുരളീധരനോടൊപ്പം പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KA തുളസി മന്ത്രിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികൾക്ക് മിഠായി കൊടുക്കുകയാണ് മുരളീധരൻ. മിഠായി എടുത്ത് കൈ കൊടുക്കില്ല, പകരം എന്താ ചെയ്യുന്നത് വെച്ചാൽ ടേബിളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾ വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കഴിച്ചോളണം. ഇപ്പോൾ അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിട്ട് ഓടുന്നുണ്ട്, വാർത്തകളിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. മുരളീധരനെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ തന്നെ വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അതിൽ പറയുന്നൊരു കാര്യം, ഒരു മിഠായി എടുത്ത് ആ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ നിങ്ങൾക്കൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഇപ്പോഴും താൻ വലിയ ജാതിക്കാരനാണ്, നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളായാലും നിങ്ങളൊക്കെ വെറും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ പിന്നോക്ക ജാതിക്കാരാണ് എന്ന ചിന്ത ഇപ്പോഴും മുരളീധരനെ പോലെയുള്ള ആളുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് മുരളീധരൻ അത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2026 ഇത്തരം ഒരു പ്രവൃത്തി നടക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി KA തുളസി എന്ന് പറയുന്നവരെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഒരു പ്രതിഷേധ സ്വരമോ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ പോലും താൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ ഒരു വിഭാഗങ്ങൾ തൻ്റെ മുന്നിൽ പച്ചയായിട്ട് അപമാനിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും ഈ സമയം വരെ, അതായത് പരിപാടി ഇന്നലെ കഴിഞ്ഞിട്ട് ഇന്ന് ഇത്രയും സമയമായിട്ട് 24 മണിക്കൂറിലധികമായിട്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടോ ഒരു മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബൈറ്റ് കൊണ്ടോ പോലും അദ്ദേഹത്തിന്റെ മുരളീധരന്റെ പ്രവൃത്തിയെ എതിർക്കാൻ തയ്യാറാവാത്ത ആളാണ് ഇപ്പോഴത്തെ KA തുളസി, അതായത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ഒരു ലേഡിയാണ്, അവർക്ക് പക്ഷേ പരിചയക്കുറവുണ്ടാവാം. പക്ഷെ എന്നാലും താൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്താണെന്നും തൻ്റെ മുന്നിൽ ഈ കുട്ടികൾ അപമാനിക്കപ്പെടുകയാണെന്ന് ചിന്തിക്കാനുള്ള വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളൊക്കെ തന്നെയാണ് എന്നാണ് കോൺഗ്രസ് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് എത്തിയ KA തുളസിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവരെ മന്ത്രിയാക്കുമ്പോൾ പറഞ്ഞത് അവർക്ക് ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾക്ക് തൻ്റെ മുന്നിൽ അപമാനിക്കപ്പെട്ട തൻ്റെ വകുപ്പിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുരിയാടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ഈ വകുപ്പിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന് കൂടി ഇനി പറയേണ്ടി വരും. നിങ്ങളുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ മുരളീധരൻ, നിങ്ങൾ നടത്തിയ നീക്കം, നിങ്ങളൊരു കേന്ദ്രമന്ത്രിയായിരുന്നു, നിങ്ങൾ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന പൊതുജന അഭിപ്രായം ഉയരുന്നതോടൊപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടേതായ വേർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം അതിലുണ്ടാകണം. നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയതാണെങ്കിൽ ആ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം. അല്ലാത്ത പക്ഷം പ്രതിഷേധങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ആ പ്രതിഷേധങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രവൃത്തി ഇനി അങ്ങോട്ട് പല ഘട്ടങ്ങളിൽ പോലും ഈ കാണിച്ചു വെച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.